നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ഇനി മുന്നോട്ട് അധിക നാൾ പോകാൻ കഴിയില്ല എന്ന് വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ നിരൂപകർ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫ്രണ്ട് ലൈൻ എന്ന മാഗസീനുണ്ട്. വളരെ സ്പഷ്ടമായാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഓരോ ലേഖനങ്ങൾ ഫ്രണ്ട് ലൈനിൽ വരുന്നത്. അതിൽ ബംഗാൾ പൊളിറ്റിക്സിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളിൽ പറയുന്നത് BJP ബംഗാളിൽ അധികാരത്തിലേറിയെങ്കിൽ ഇനി തൃണമൂലിന് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. തൃണമൂലിന് ഇനി അടുത്ത തവണ ഫൈറ്റ് ചെയ്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എങ്ങനെയാണോ ഇടത് പാർട്ടികളെ തൃണമൂല് വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചത്, അത് തൃണമൂലിനും ഇപ്പോൾ ബാധകമായി കഴിഞ്ഞിരിക്കുന്നു. ഇടത് പാർട്ടികൾ പിച്ച വെച്ച് വരികയാണ്. 6.25% വോട്ട് ഷെയർ മാത്രമേ ഇടത് പാർട്ടികൾക്ക് പശ്ചിമ ബംഗാളിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ 6.25% നിന്നും 20-25% ആക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും അഭിഷേക് ബാനർജിയെ, അതായത് മമതാ ബാനർജിയുടെ ബന്ധു കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജിയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത പല നേതാക്കളുമുണ്ട്. അവരിൽ പലരും അഭിഷേക് ബാനർജിയെ ഭയന്നാണ് ഇപ്പോഴും തൃണമൂൽ വിടാത്തത് എന്ന് പറയുന്നുണ്ട്. വളരെയധികം മോശമായ രീതിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനം നടപ്പിലാക്കാൻ എന്ത് തോന്നിവാസവും കാണിക്കുന്നവനാണ് അഭിഷേക് ബാനർജി എന്നാണ് തൃണമൂൽ കോൺഗ്രസിലെ ന്യൂനപക്ഷ നേതാക്കൾ വരെ പറയുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 7 ലക്ഷത്തിൽ വരെ വോട്ടുകൾക്ക് അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചത് വളരെയധികം ഗർവോടെ BJP-ക്കാരോട് പറഞ്ഞു. BJP പറഞ്ഞു, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ദിലീപ് ഘോഷ് അടക്കമുള്ളവർ എങ്ങനെയാണ് BJP-യുടെ അടിത്തറ ഭാഗിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 42 ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ ഇനി അധിക നാൾ തൃണമൂൽ കോൺഗ്രസിന് തിളങ്ങി നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഇതിനിടയിൽ അധിർ രഞ്ജൻ ചൗധരിയും കോൺഗ്രസ് നേതൃത്വവും പുതിയ കളികൾ പലതും അണിയറയിൽ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും സ്പഷ്ടമായിട്ടുള്ളത് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വഴികൾ അവർ തേടുകയാണ്. കോൺഗ്രസ് അവിടെ ഒരു വലിയ ഒരു ടീമല്ല, അല്ലെങ്കിൽ അവിടെ അധികാരം ഒറ്റയ്ക്ക് പിടിക്കാനുള്ളവർക്ക് കഴിവും കെൽപ്പമൊന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന് ചില പൊടിക്കൈകൾ പലതും ചെയ്യാൻ ബാക്കിയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 2011 അധികാരത്തിലെത്തിയത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ്. കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അനായാസമായ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുശേഷമുള്ള പിന്നീട് നടന്ന വെടിവെപ്പും ആക്രമണവും മമതാ ബാനർജിയുടെ കൊള്ളരുതായ്മയും ഒക്കെ നമ്മൾ കണ്ടതാണ്. താൻ പോരിമയുടെ അല്ലെങ്കിൽ മർക്കട മുഷ്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏറ്റവും ഗത്യന്തരമായപ്പോൾ ബംഗാളികൾ തിരിച്ചറിഞ്ഞ് മമതയെ തള്ളിപ്പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും മമതയുടെ ഈ അഹംഭാവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പലതവണയും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തൃണമൂലിലെ ഒരു വിഭാഗം അഭിഷേക് ബാനർജിയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ കൂടെ നിൽക്കും എന്ന് തന്നെയാണ്.